ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സജി റൈസിലേക്ക് സ്വാഗതം. വിശാഖപട്ടണം RK ബീച്ചിലെ സബ്മറൈൻ മ്യൂസിയത്തിന് ഓപ്പോസിറ്റുള്ള ഫൈറ്റർ വിമാനത്തിനകത്തെ കാഴ്ചകളിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. സബ്മറൈൻ മ്യൂസിയത്തിന്റെ വിശദ വിവരങ്ങൾ അടങ്ങിയ ഒരു വീഡിയോ നമ്മൾ കണ്ടതാണല്ലോ. സബ്മറൈൻ വീഡിയോ കാണാത്തവർക്കായി അതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഈ എയർക്രാഫ്റ്റ് മ്യൂസിയത്തിന്റെ എൻട്രി ഫീസ് 70 രൂപയും കുട്ടികൾക്ക് 40 രൂപയുമാണ്. ടിക്കറ്റ് ഒക്കെ എടുത്ത് ഞങ്ങൾ അകത്തേക്ക് കയറി. വിശാഖപട്ടണത്തെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് അത് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുകയാണ്. സിംഹാചലം ക്ഷേത്രം, ബൊറ കേവ്സ്, തോട്ട്ലക്കൊണ്ട. വിശാഖപട്ടണം സന്ദർശിക്കുമ്പോൾ കണ്ടിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഗുഹയാണ് ബൊറ കേവ്സ്. വളരെ പുരാതനമായ ഒരു ഗുഹയാണിത്. കൈലാസ്ഗിരിയാണിത്. അറക്കു വാലിയാണിത്. വിശാഖപട്ടണത്തെ ഊട്ടി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് അറക്കുവാലി. ഇപ്പോൾ ഇത് അല്ലൂരി സീതാരാമരാജു ജില്ലയിലാണ്. ലൈറ്റ് ഹൗസ്, നമ്മുടെ കുർസുറ സബ്മറൈൻ മ്യൂസിയം, വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ കൗതുകവും വിജ്ഞാനപ്രദവുമായ ഒരു അത്ഭുത കാഴ്ച തന്നെയാണ് ഈ എയർക്രാഫ്റ്റ് മ്യൂസിയം. TU-142 എന്നാണ് ഈ എയർക്രാഫ്റ്റിന്റെ പേര്. 29 വർഷക്കാലം ഇന്ത്യൻ നേവിയിൽ സേവനം അനുഷ്ഠിച്ചു. ഓരോ സോണുകളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. നമ്മൾ അടുത്ത സോണിലോട്ട് കയറിയിട്ടുണ്ട്. 30,000 മണിക്കൂർ, അതായത് 30,000 ആക്സിഡന്റ് ഫ്രീ മണിക്കൂർ ഫ്ലൈ ചെയ്ത ഒരു എയർക്രാഫ്റ്റ് ആണിത്. ഇത് 2017 വരെ ഇന്ത്യൻ നേവിയിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം നേവി അത് ഉപയോഗിക്കുന്നില്ല എന്ന് വന്നപ്പോഴാണ് മ്യൂസിയമാക്കി മാറ്റിയത്. TU-142 ഒരു ആന്റി സബ്മറൈൻ ഓഫ് എയർക്രാഫ്റ്റ് ആണ്. അതായത് ഒരു സബ്മറൈൻ വെള്ളത്തിനടിയിലൂടെ പോകുമ്പോൾ അതിനെ ആകാശത്തൂടെ വിമാനത്തിൽ ചെന്ന് കണ്ടുപിടിച്ച് ബോംബിടാൻ ഉപയോഗിക്കുന്ന ഒരു ആക്റ്റീവാണ്. റഷ്യയിൽ നിന്നാണ് ഇന്ത്യ ഈ എയർക്രാഫ്റ്റ് വാങ്ങിയത്. പൈലറ്റ് യൂണിഫോം ആണിത്, പൈലറ്റിന്റെ യൂണിഫോം. ഇത് ഫ്ലൈറ്റ് എഞ്ചിനീയർ. മിസൈലുകളാണ് ഇതൊക്കെ. നമ്മൾ ഈ സോണിൽ നിന്നും പുറത്തു കടന്നു. ഫൈറ്റർ വിമാനത്തിനുള്ളിലേക്കാണ് കയറാൻ പോകുന്നത്. അവിടെ ആ കാണുന്നതാണ് ഫൈറ്റർ വിമാനം TU-142. നമ്മൾ ആ യുദ്ധവിമാനത്തിനുള്ളിലേക്ക് കയറാൻ പോവുകയാണ്.